ഹലോ ഫ്രണ്ട്സ്, എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമുക്ക് വെള്ളാപ്പവും ഗോബി മഞ്ചൂരിയും തയ്യാറാക്കാം. ആദ്യം നമുക്ക് വെള്ളാപ്പം ചുട്ടെടുക്കാം. പച്ചരിയും ചോറും തേങ്ങയും ഈസ്റ്റും ഉപ്പും ചേർത്ത് അരച്ച് വെച്ചതാണത്. വെള്ളാപ്പം റെഡിയായി. ഇനി നമുക്ക് ഗോബി മഞ്ചൂരി തയ്യാറാക്കാം. തിളച്ച വെള്ളത്തിൽ മഞ്ഞൾപ്പൊടി ഇട്ട് കോളിഫ്ലവർ ഇട്ട് വെച്ചതാണത്. ഇനിയിപ്പോൾ അത് മസാല പെരക്കി വയ്ക്കാം. 1 സ്പൂൺ മുളക് പൊടി, 1/2 സ്പൂൺ മഞ്ഞൾപ്പൊടി, 1 സ്പൂൺ നിറച്ച് കോൺഫ്ലവർ, 1/2 സ്പൂൺ ഗരം മസാലപ്പൊടി, 1/2 സ്പൂൺ കാശ്മീരി മുളക് പൊടി, 1 സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, 1/2 സ്പൂൺ മൈദപ്പൊടി, എല്ലാം കൂടെ ആവശ്യത്തിന് ഉപ്പും ചേർത്ത് നല്ലപോലെ കോളിഫ്ലവർ മസാല പെരക്കി വയ്ക്കുക. ഇനി നമുക്ക് അത് പൊരിച്ചെടുക്കാം. ഒരു ചീനച്ചട്ടി അടുപ്പിൽ വെച്ച് അല്പം ഓയിൽ വെച്ച് ഓയിൽ നല്ലപോലെ ചൂടായി വരുമ്പോൾ അതിലേക്ക് കോളിഫ്ലവർ ഇട്ട് 2 വശം മുരിച്ചെടുക്കാം. നമുക്ക് വീട്ടിൽ തന്നെ റെസ്റ്റോറൻറ്റ് സ്റ്റൈൽ ഗോബി മഞ്ചൂരി തയ്യാറാക്കാം. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. കോളിഫ്ലവർ എല്ലാം പൊരിച്ച് മാറ്റി വെച്ചതിന് ശേഷം ആ വെളിച്ചെണ്ണയിൽ തന്നെ ചെറുതായി കട്ട് ചെയ്ത് വെച്ച 3 വലിയുള്ളി ഇടുക. ഉള്ളി നല്ലപോലെ മാളണം. അതിലേക്ക് 1/4 സ്പൂൺ ഉപ്പും 1 സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും ചേർത്ത് നല്ലപോലെ ഇളക്കുക. 3 ടൊമാറ്റോ പേസ്റ്റ് ചെയ്ത് വെച്ചതാണത്, അതും ചേർക്കുക. ഒരു സ്പൂൺ ടൊമാറ്റോ സോസ് ചേർക്കുക. 1 സ്പൂൺ സോയാ സോസും 1 സ്പൂൺ ചില്ലി സോസും ചേർക്കുക. എല്ലാം നല്ലപോലെ ഇളക്കി കൊടുക്കുക. ഉപ്പിടുമ്പോൾ നല്ലോണം ശ്രദ്ധിക്കണം, സോസിൽ ഉപ്പുണ്ടാവും. 1 സ്പൂണ് കൂടെ കാശ്മീരി മുളക് പൊടി ഇടുക. അതിലേക്ക് പൊരിച്ച് വെച്ച കോളിഫ്ലവർ ഇടാം. ഞാനിതിൽ തീരെ കളറ് ചേർത്തിട്ടില്ല. എല്ലാം കൂടെ നല്ലപോലെ യോജിപ്പിക്കുക. വളരെ ടേസ്റ്റിയായ ഗോബി മഞ്ചൂരി റെഡി. മല്ലിയില ഇടുക.